നസ്കരം ക്രൂരമായ കൊലപാതകങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പെരിയയിലേതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലും. എന്നാൽ രാഷ്ട്രീയമൊന്നുമില്ലാത്ത സ്വാഭാവികമായ കൊലപാതകങ്ങൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ പ്രതികൾ പിടിക്കപ്പെടാത്ത സാഹചര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു യുവതിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും അതിക്രൂരമായി കഴുത്തറുത്ത് കൊന്ന പ്രതികളെ 19 വർഷത്തിന് ശേഷം പിടിച്ചു എന്ന വാർത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. 2006 ഫെബ്രുവരിയിലാണ് ഈ മഹാദുരന്തം അരങ്ങേറിയത്. 18 വർഷം പൂർത്തിയായി 19 വർഷത്തിലേക്ക് കടക്കുന്നു. അഞ്ചൽ അലയമണിൽ രഞ്ജിനി എന്ന യുവതിയും അയൽപ്പക്കത്തുള്ള ദിവിൽ കുമാർ എന്ന യുവാവും പ്രണയത്തിലാകുന്നു. ദിവിൽ കുമാർ പട്ടാളക്കാരനാണ്. അവധിക്ക് വന്നപ്പോഴാണ് ഈ രഞ്ജിനിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അങ്ങനെ രഞ്ജിനി ഗർഭിണിയാകുന്നു. ഗർഭിണിയായപ്പോൾ ദിവിൽ കുമാർ മുങ്ങുന്നു. ദിവിൽ കുമാറിനെതിരെ രഞ്ജിനി പരാതി കൊടുക്കുന്നു. പോലീസിൽ കൊടുത്തില്ല, വനിതാ കമ്മീഷൻ പരാതി കൊടുത്തു. വനിതാ കമ്മീഷൻ DNA ടെസ്റ്റിന് ഉത്തരവിടുന്നു. എന്തായാലും ദിവിൽ കുമാർ പട്ടാളത്തിലേക്ക് തിരിച്ചു പോകുന്നു. പട്ടാളത്തിൽ ജോലിക്ക് കയറുമ്പോൾ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി പ്രസവത്തിന് ആശുപത്രിയിലേക്ക് മാറുന്നു. ദിവിൽ കുമാറിന് ഒരു ആശങ്ക, കാരണം ഈ പെൺകുട്ടി അവിടുന്ന് താമസം മാറിയതുകൊണ്ട് പെൺകുട്ടി അങ്ങനെ കണ്ടെത്തും. ഈ പ്രതിസന്ധിയെ തുടർന്ന് ദിവിൽ കുമാർ കണ്ണൂർ ശ്രീകണ്ഠാപുരംകാരനായ രാജേഷ് എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരനെ നിയോഗമേൽപ്പിക്കുന്നു. ദിവിൽ കുമാർ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. രാജേഷ് അവധി എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് ഈ പെൺകുട്ടി പ്രസവിക്കാൻ കയറിയ ആശുപത്രി SUTയിലാണ്. കൂടെ കൂടുന്നു, സഹായിയാവുന്നു. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്, സഹായിയാവുന്നു. പക്ഷെ അങ്ങ് സന്തോഷകരമാണ്. ഞാൻ ചെയ്യാം, കാരണം ദിവിൽ കുമാർ എൻ്റെ സുഹൃത്താണ്, അവനെ കണ്ടെത്തി തരാം, കാട്ടിയത് വൃത്തികേടല്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകൂടുകയാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് ജ്യോതികുമാർ ചാമക്കാലയോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അയൽക്കാരിയാണ് ഈ പെൺകുട്ടിയും ഈ ദിവിൽ കുമാറും. ഈ പെൺകുട്ടിയുടെ കേസിൽ അന്ന് തന്നെ ജ്യോതികുമാർ ഇടപെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവാണ്. 19 വർഷം മുമ്പാണ്. അന്ന് ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോഴൊക്കെ ഇയാൾ ആർക്കും പിടികൊടുക്കില്ല. രാജേഷ് ആർക്കും പിടികൊടുക്കില്ല, ആർക്കും അറിയില്ല. രാജേഷ് നല്ല പേര്, അനിൽകുമാർ എന്നാണെന്ന പേര്. മറ്റൊരു സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്, കൂട്ടുകാരനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വീട്ടുകാർ വിശ്വസിച്ചു. ആശുപത്രി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചത് വരെ ഈ രാജേഷാണ്. രാജേഷ് കൂടെ വരും, എല്ലാ സഹായങ്ങളും ചെയ്യും, ആശുപത്രി ബില്ലടയ്ക്കും. അങ്ങനെ വിശ്വസ്തനായി മാറുന്നു. ഒരു ദിവസം രാജേഷ് വീട്ടിലേക്ക് വരുന്നു. അമ്മ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. അന്ന് വീട്ടിൽ വെച്ച് ഈ യുവതിയെയും 2 മക്കളെയും കഴുത്തറുത്ത് കൊല്ലുന്നു. ആലോചിച്ച് നോക്കി, കഴുത്തറുത്ത് കൊല്ലുകയാണ്. തന്റെ കൂട്ടുകാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി രാജേഷ് കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് രാജേഷ് മുങ്ങുന്നു. ആർക്കും അറിയില്ല ആരാണ് കൊല നടത്തി. ഒരാൾ കൂട്ടുകാരൻ എന്നതിൽ കൂടിയെന്നറിയാം. ഒരു തെളിവുമില്ല. ഇന്നത്തെ പോലെ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും ബാക്കി ഉണ്ടാവുമല്ലോ. ആ കയ്യൊപ്പുണ്ടായത് ഇയാൾ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു ബൈക്ക് വാങ്ങിയിരുന്നു. ഈ ബൈക്കിന് കൊടുക്കാൻ 16,000 രൂപ വേണം. അത് തികയാതെ വന്നപ്പോൾ ഇയാൾ ഉള്ളൂർ പോയി ഒരു ATMൽ നിന്ന് പണമെടുത്തു. ഈ ബൈക്കിൻ്റെ RC ബുക്ക് ഇയാൾ ഈ കൊലപാതകം നടത്തിയ സ്ഥലത്ത് മറന്നു വെച്ചുപോയി. ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറഞ്ഞാൽ മറന്നു വെച്ചുപോയി. ഈ RC ബുക്ക് എടുത്തപ്പോൾ ബൈക്കിൻ്റെ ഉടമസ്ഥാവകാശം വിറ്റവരാണ്. അവരെ ചെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പണം കൊടുത്തത് ATMൽ നിന്നാണ്. ആ ATMലെ CCTV പരിശോധിച്ചപ്പോൾ കണ്ണൂരുകാരനാണ്. ഇയാളുടെ പട്ടാളക്കാരനാണ്. സാലറി അക്കൗണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയത് ബോധ്യമാകുന്നു. അങ്ങനെ അന്വേഷണം ദിവിൽ കുമാറിന്റെ സുഹൃത്താണ്. സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ ലോക്കൽ പോലീസ് തന്നെ എത്തപ്പെടുകയാണ്. പ്രതി ദിവിൽ കുമാറും കൂട്ടുകാരൻ രാജേഷുമാണ്. വളരെ എളുപ്പത്തിൽ കണ്ടെത്തി. പക്ഷേ കൊലപാതകം നടന്ന ദിവിൽ കുമാർ പട്ടാളത്തിലുണ്ട്, ജോലിയുണ്ട്. അതുകൊണ്ട് ദിവിൽ കുമാർ പ്രതിയല്ല, രാജേഷ് തന്നെയാവാം കൊന്നത് എന്ന് വ്യക്തമായി. പോലീസ് വിവരം അറിയിക്കുന്നു. സൈന്യം ദിവിൽ കുമാറിനോട് നാട്ടിലേക്ക് പോകാൻ പറയുന്നു. അതൊക്കെ സാങ്കേതികമായ പ്രശ്നമാണ്. വാസ്തവത്തിൽ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്, ചെയ്തില്ല. ഇതിനുള്ള കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിരുന്നു. ജ്യോതികുമാർ പോയി മുഖ്യമന്ത്രിയെ കാണുന്നു. ഈ 2 കുട്ടികളുടെയും പടം കണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വല്ലാതെ വേദന ഉണ്ടെന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ഉത്തരവിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സമയത്ത് പട്ടാളക്കാർ ഈ ദിവിൽ കുമാറിനെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ദിവിൽ കുമാർ ഡൽഹിയിൽ നിന്ന് മുങ്ങുന്നു. കൊലപാതകം നടത്തിയ രാജേഷിനെയും കാണാനില്ല. ഇത് വലിയ വിവാദമായി. പിന്നീട് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന അബ്ദുൾ റഷീദ് എന്ന ഓഫീസർക്ക് ഇത് വലിയ പാരയായി മാറി. കാരണം അദ്ദേഹത്തിനെതിരെ CBI റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിച്ചു. CBI റിപ്പോർട്ട് വിചിത്രമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉണ്ണിത്താൻ വധശ്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത സമയത്ത് ഇത് അബ്ദുൾ റഷീദ് വലിയ പാരയായി മാറി. കാരണം അബ്ദുൾ റഷീദിനെ കുറിച്ച് CBI കൊടുത്ത റിപ്പോർട്ട് അബ്ദുൾ റഷീദിന് ബുദ്ധിമുട്ട്. അതായത് അന്ന് CBI പറഞ്ഞത് ഈ പ്രതിയെ അബ്ദുൾ റഷീദും സംഘവും പിടിച്ചിട്ട് ഭീകര സംഘടനയ്ക്ക് വിറ്റെന്നാണ്. ഈ അബ്ദുൾ റഷീദിന്റെ കരിയറിൽ ഏറ്റവും കുഴപ്പമുണ്ടാക്കിയതും ഒരുപാട് തവണ സസ്പെൻഷനും ഒരുപാട് പ്രതിസന്ധികളും നിയമ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അങ്ങനെ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയാണ്. ഞങ്ങൾ അടക്കമുള്ളവർ കൊടുത്തു, കാരണം CBI റിപ്പോർട്ടാണല്ലോ. അങ്ങനെ അബ്ദുൾ റഷീദ് ഭീകര സംഘടനയ്ക്ക് വിറ്റു എന്ന് പറയുന്ന, അബ്ദുൾ റഷീദിന് ഭീകര സംഘടന ബന്ധമുണ്ട് എന്ന് പറയുന്ന പ്രതികളാണ് ഇപ്പോൾ പിടിയിലാക്കപ്പെട്ടിരിക്കുന്നത്.
അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇപ്പോഴെങ്കിലും ഈ അബ്ദുൾ റഷീദ് കുറ്റവിമുക്തനാവട്ടെ. എന്തായാലും അയാൾ നിയമ പോരാട്ടം നടത്തി പിന്നീട് IPS ഒക്കെ എടുത്തു. എന്നിട്ട് CBI അന്വേഷിക്കുന്നു, കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവരെവിടെയാണെന്നൊരു സൂചനയുമില്ല. പക്ഷെ ഇവർ രണ്ടുപേരും സുരക്ഷിതമായി പോണ്ടിച്ചേരിയിൽ പോയി പുതിയ പേര് മാറി അവിടെ ബിസിനസ് സംരംഭമൊക്കെ തുടങ്ങി സുഖമായി ജീവിച്ചു. 18 വർഷം സുഖമായി ജീവിച്ചു. അവർ രണ്ടുപേരും അധ്യാപകരെ കല്യാണം കഴിച്ചു. ഈ ദിവിൽ കുമാർ വിഷ്ണു എന്ന പേരിലായിരുന്നു അവിടെ ജീവിച്ചു. രണ്ടുപേരും സുഖമായി ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. പലർക്കും അറിയാമായിരുന്നു ഇവർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അതേക്കുറിച്ചുള്ള സൂചന CBIക്ക് കിട്ടുന്നു. അങ്ങനെ കൃത്യമായ ഒരാളുടെ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് മാത്രം CBI പോണ്ടിച്ചേരിയിൽ പോകുന്നു, രണ്ടുപേരും അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും അവർ രണ്ടുപേരും സമ്മതിക്കുമെന്ന് ഉറപ്പാണ്. കാരണം CBIയിൽ അതിന്റെ വഴികളൊക്കെ ഉണ്ട്. 19 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടികൂടുന്നത്. ഒരു 3 പേരെ കൊന്നിട്ട് സുഖമായി ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ 18 വർഷം. ആരും പിടിക്കപ്പെടില്ല എന്ന് കരുതി. എന്തായാലും 19 വർഷം വൈകിയാണെങ്കിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരുന്നത് കൊണ്ട് പ്രതികൾ പിടിക്കപ്പെട്ടു. ഏത് ക്രിമിനൽ കുറ്റം ചെയ്തവരെയും വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ പിടിക്കാമെന്നർത്ഥം. അതല്ല, ആരെങ്കിലും ഗോഡ് ഫാദർമാരുണ്ടെങ്കിൽ ഇവരാരും പിടിക്കപ്പെടത്തുമില്ല. സുഖമായി ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ സാഹചര്യവുമുണ്ട്. പിടിക്കപ്പെടാത്ത പല പ്രതികളും അങ്ങനെയാണ്. തെളിയിക്കപ്പെടാത്ത പല കുറ്റകൃത്യങ്ങളിലും പ്രതികൾ നമുക്കിടയിൽ ഉണ്ടാവും. എന്തായാലും വളരെ വിചിത്രമായ ഈ കൊലപാതകം നടത്തി രണ്ടുപേരും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവർ തന്നെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് തെളിയിക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരിക്കലും ഈ രാജേഷിന് ഒറ്റയ്ക്ക് ഇങ്ങനെ കൊലപാതകം നടത്താൻ കഴിയില്ല. 3 പേര് ഒരുമിച്ച് കൊല്ലാൻ കഴിയില്ല. പല ആളുകളും സഹായിച്ചെന്നിരിക്കാം. അവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. 2 ഇരട്ടക്കുട്ടികളെയും ഒരു സ്ത്രീയെയും ഒരു ബന്ധത്തിന്റെ പുറത്ത് കൊന്നു തള്ളി സുഖമായി ജീവിക്കാൻ ഇറങ്ങിയ മനുഷ്യരാണ് ഇപ്പോൾ നിയമത്തിന് മുൻപിൽ ഹാജരായിരിക്കുന്നത്. അവരെ കല്യാണം കഴിച്ച് ജീവിച്ച ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥയെ ഞാൻ ഓർക്കണം. മലയാളികളാവാൻ സാധ്യതയില്ല. അവർ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായി കാണുമല്ലോ. 19 വർഷമായല്ലോ. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത്രയും കാലം അവർ ജീവിച്ചത് ഒരു കൊലപാതകയോടൊപ്പമാണ്, ഒരു ഫേക്ക് കഥാപാത്രത്തിനൊപ്പമാണ് എന്ന് അവർ തിരിച്ചറിയുന്ന അവസ്ഥ എത്ര ഭയാനകമാണ്. ഇതാണ് മനുഷ്യ ജീവിതം. നമ്മൾ എത്ര മറച്ചു വയ്ക്കാലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. ആത്യന്തികമായി നീതിക്ക് മാത്രമേ, സത്യത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ.